ഹലോ ഗൈസ്, കുറച്ച് വർത്തമാനം പറഞ്ഞാലോ. എൻ്റെ അമ്മായിയമ്മ അടുക്കളയിൽ ചെയ്യുന്ന ഒരു മാസ്റ്റർ പീസ് പരിപാടിയുണ്ട്. ഈ പച്ചടി, കൂട്ടുകറി, എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഒരു പിടി തേങ്ങയിട്ട് വറുത്ത് വറുത്ത് നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ പറമ്പിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ചുകൊണ്ട് വന്ന കറിവേപ്പിലൊക്കെ ഇട്ട് ഒരു വറവ് അങ്ങോട്ട് ഇടും. അപ്പോൾ ഒരു മണം വരാനുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത്. അതേപോലെ തന്നെ നല്ല മല്ലിയും തേങ്ങയും ഒക്കെ വറുത്തരച്ച് തേങ്ങാക്കൊത്ത് വറവിട്ട് ചിക്കനും മട്ടനും ചെമ്മീനും ഒക്കെ വെക്കും. ഈ ബ്രൗണിന്ന് വിടുകയും ചെയ്തു എന്നാൽ കറുപ്പിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കളറില് പുള്ളിക്കാരി ഉണ്ടാക്കുന്ന ഇത്തരം കറികളാണ് എപ്പോഴും ഞങ്ങളുടെ അടുക്കളയുടെ റാണിമാര്. ഞാനിവിടെ ബാംഗ്ലൂരെ കടലക്കറിയും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ പങ്കാളി വന്ന് റിക്വസ്റ്റ് ചെയ്യും, നീ അമ്മ വെക്കുന്ന പോലെ ആ കറുത്ത കളറിലുള്ള കറിയൊക്കെ വെക്കാമോ, അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പിന്നെ അല്ല, ഉണ്ടാക്കി നോക്കി ഞാൻ, പക്ഷേ അങ്ങോട്ട് ഒത്തില്ല. എങ്ങനെ ഒക്കാനാണ്? ഈ ബാംഗ്ലൂരിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മല്ലിപ്പൊടിയുടെ ഒക്കെ ഗുണവും മണമൊക്കെ ഒരു മാസത്തിന്റെ ഉള്ളില് എവിടെയാന്ന് അറിയില്ല അങ്ങോട്ട് മാഞ്ഞു പോവും. പിന്നെ ഉണ്ടല്ലോ, ഒരു തേങ്ങ കൊണ്ട് ഒരാഴ്ച വരെ ഉപയോഗിക്കുന്ന, 1 ലിറ്റർ വെളിച്ചെണ്ണ കൊണ്ട് 3 മാസം വരെ ഉപയോഗിക്കുന്ന അല്ലേ ഞാൻ. എങ്ങനെയാണ് അമ്മയുടെ സ്പെഷ്യൽ ഉണ്ടാക്കുക? അപ്പൊ പിന്നെ നമ്മുടെ മാസ്റ്റർ പീസ് അങ്ങോട്ട് ഇറക്കാം. ഇതെന്റെ പങ്കാളിക്ക് നല്ല ഭേഷ പിടിച്ചു. ഉള്ളത് പറയാലോ, ഇതത്ര സിമ്പിൾ കറിയൊന്നുമല്ല, പക്ഷേ ഉണ്ടല്ലോ ചോറിന്റെ കൂടെ പോലും അടിപൊളി കോമ്പിനേഷനാണ്, വേറെ ലെവലാണ്. ട്രൈ ചെയ്ത് നോക്കൂ.